അവൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെടുദാസന്മാർ, സ്ഥലം ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹ വന്ദനം പറയുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യമാണ് ഇവിടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചിറ്റേഴ്സിലുള്ളതായിരിക്കുന്ന 7 സഭകളിൽ അതിൻ്റെ 6-ാമത്തെ സഭയെക്കുറിച്ചുള്ള ദൈവിക ആലോചനയാണ് നമുക്ക് ഇവിടെ നൽകുവാനിടയായത്. സ്തോത്രം. ഇത് സംസാരിക്കുമ്പോൾ ദൈവമക്കൾ വ്യക്തമായി ഗ്രഹിക്കണം, ഇത് നമ്മുടെ സഭയുള്ള ദൂതുകളായി പറയുന്നത് അല്ല, മറ്റൊരു സ്ഥലത്തെ അല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രബോധനം പറഞ്ഞപ്പോൾ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റം വരെ നമ്മൾ സുവിശേഷം പറയണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളറെ എന്ത് ചെയ്യും? ഹഠാതാക്ഷിക്കും, അത് വിശാലത വരുത്തും, വിടുതൽ വരുത്തുന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇന്ന് സഭ ആലോചന കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവർ കേൾക്കണമെന്ന്. ഇന്ന് ഈ സഭയ്ക്ക് ആലോചന പറയുന്ന കർത്താവ് ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവമക്കളുടെ പല കണ്ണുകളും ലോത്തിൻ്റെ കണ്ണാണ്. പക്ഷേ ഹൃദയത്തിൻ്റെ കണ്ണുണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ ഹൃദയത്തിൻ്റെ ദൃഷ്ടി കാണാൻ പറ്റുകയുള്ളൂ. ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മുടെ സഭയുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് ഇന്നിവിടെ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിലാകുന്നവനാണ്. ഒത്തിരി നിലവിളക്ക് ദേശത്ത് കത്തിക്കുന്നുണ്ട്, അതിൻ്റെ പുറകിലും ഒരാൾ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കത്തുന്ന സഭ, നിലവിളക്ക് സഭയെ കാണിക്കുമ്പോൾ ദൈവജനം കത്തി ആരാധിച്ചാൽ അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരാളാണ് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവൻ. അവൻ മാറത്ത പൊൻകച്ച കെട്ടി നിലയങ്കി ധരിച്ച് കാല ഉലയിൽ തൊട്ട് പഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള കാലുമായി ഇന്നിവിടെ നിൽപ്പുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവകാശം പിടിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭൂമിയെ അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുക. യേശുവിൻ്റെ അടുത്ത് വന്നും പ്രൈസ് ദി ലോർഡ് പിശാച് പറഞ്ഞ് ഇത് മുഴുവൻ അങ്കലേൽപ്പിച്ചിരിക്കുക. ഇരുട്ടിൽ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആരാധിക്കുമ്പോൾ ആ ഇരുട്ടിനെ അവകാശം പിടിക്കുന്ന ഒരാളുണ്ട്, അതാ പിശാച്. പ്രൈസ് ദി ലോർഡ്. ആ പിശാചിനെ വിളിച്ചു വരുത്തുന്ന ഒരു അനേകര് നിലവിളികൾ കോത്തും ഇല്ലേ? അത് അന്യാരാധന ശക്തിയാണ്. എന്നാൽ ഇവിടെ സത്യാരാധന വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ നിൽക്കുന്ന ഒരു കാല് ഇവിടെ ഉണ്ട്. ഊരയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോണ്ട് സദൃശമുള്ള കാല്. ആ കാല് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്താണ്, ചില അന്ധകാര അവകാശങ്ങൾ ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരെ പോകുക. നിങ്ങളുടെ മണ്ണിൽ നിങ്ങൾ ആക്കിയിരിക്കുന്ന, നിങ്ങൾ പാർക്കുന്ന മണ്ണിൽ വരെ ഈ വചനം കാലായി തന്നെ പോകും. അവകാശം പിടിക്കുന്ന അന്ധകാരമിട്ട് പോരാടുന്ന ചില അന്ധകാര പൈശാചിക ശക്തിയെ തകർക്കുന്ന ആരാധനയാണ് ഇവിടത്തെ ആരാധന. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്ന മുഖമാ. അങ്ങനെയാണെങ്കിൽ ആ മുഖം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് അന്ധകാരം ഇവിടുന്ന് മാറും. ദൈവ തേജസ് ഇവിടെ വെളിപ്പെടും. ആമേൻ. തേജസ് വെളിപ്പെട്ടാൽ ഈ കാലത്തിലെ കഷ്ടമൊന്നും നിനക്ക് സാരമില്ല. ഏത് കഷ്ടമാകട്ടെ, രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, പ്രതികൂല സാഹചര്യമാകട്ടെ, അവിടെ തേജസ് ഇവിടെ വെളിപ്പെടും. വെളിച്ചം തേജസ്സായി ഇവിടെ വന്നാൽ പ്രതികൂലങ്ങളാകുന്ന കഷ്ടങ്ങളെ ദൈവം ഒന്ന് മാറ്റാൻ പോവുക. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ ചില വിടുതൽ നടന്നുകൊണ്ടായിരിക്കുന്നത്. അത് അംഗീകരിക്കുന്നവർക്ക് മാത്രമേ, ഹല്ലേലൂയ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ അതൊരു വിടുതലായി ഭവിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അത് സൂര്യശോഭ പോലെ ഇവിടെ വെളിപ്പെട്ടാൽ രോഗോപശാന്തി വരെ വെളിപ്പെടുവാൻ മാട്ടിൻ തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടുന്ന മാൻകുട്ടിയെ പോലെ മാട്ടിൻകുട്ടിയെ പോലെ നീ ആത്മാവിൽ തുള്ളി ആരാധിപ്പാൻ സ്വർഗം ഇടയാക്കും. ആ ആരാധനയിൽ അടിസ്ഥാനം കുലുങ്ങും, ചങ്ങലകൾ അഴിയും. പ്രൈസ് ദി ലോർഡ്. തന്നെ അവൻ്റെ കണ്ണ് അഗ്നി ജ്വാലക്കത്തെ കണ്ണ്. നിങ്ങളുടെ പുറം കാണാൻ കർത്താവ് വന്നിട്ടില്ല ദൈവമക്കളെ. നിങ്ങളുടെ ഹൃദയത്തെയാണ് സ്വർഗം കാണുന്നത്. ഹൃദയത്തിനകത്തൊരു മനുഷ്യനിരിപ്പുണ്ട്, അവൻ്റെ പേരാണ് മനസ്സ്. നിന്റെ മനസ്സ് നിന്റെ ബ്രെയിനിനെ പിടിച്ചു കുലുക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ഹൃദയത്തിൽ ഭാരം വന്ന് നിന്റെ ബോഡി തകർക്കാൻ നോക്കുമ്പോൾ, ആരാധനയിൽ ഏകാഗ്രതയില്ലാതെ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ ശരീരത്തിന് വരെ പോരാടുന്ന ചില അന്ധകാരക്കെട്ട് ഇവിടെ ആരാധിക്കുമ്പോൾ, ആ ആരാധന ഇറങ്ങുമ്പോൾ അവിടെ വിടുതൽ നടന്നിരിക്കും. നമ്മുടെ ഹൃദയത്തെ കാണും, നമ്മുടെ ഹൃദയത്തിൻ്റെ തകർച്ച കാണും, മനസ്സിൻ്റെ തകർച്ച കാണുന്നവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവ് പ്രൈസ് ദി ലോർഡ് പെരുവെള്ളത്തിൻ്റെ ഇരിച്ചിൽ പോലെ ശബ്ദമുള്ളവനാ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ കണ്ടപ്പോൾ യോഹന്നാൻ കവിണ്ണ് വീണെന്നാ. പ്രൈസ് ദി ലോർഡ്. കവിണ്ണ് വീണ് കഴിഞ്ഞപ്പോൾ ആരാധന കാണുമ്പോൾ ഒന്ന് കമിഴ്ന്ന് വീഴണമെന്നേ. ഞാനിത് പറഞ്ഞു വരുമ്പോൾ എടുത്ത വാക്യത്തിൽ കയറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഇവിടെ വെളിപ്പെടുത്തിയാലല്ലേ നമുക്ക് ആരാധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പലതും ചിന്തിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ കാച്ചോട്ടിലിരുന്ന് തിരുവചനം പ്രാപിക്കുന്നവർക്ക് മാത്രമേ വിഷയത്തിൻ്റെ മുമ്പിൽ കാച്ചോട്ടിൽ വീഴാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിൽ നീ കാഴ്ചവെട്ടിൽ വീഴുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിൻ്റെ നാറ്റം മാറ്റുക മാത്രമല്ല, ദൈവനാമം അവിടെ മഹത്വപ്പെടും. സ്വന്തം ജനത്തിൻ്റെ നിന്ന മാറ്റോ, നിന്റെ ഭവനത്തിൻ്റെ നിന്ന മാറ്റാൻ അവൻ സർവശക്തനായി ഇവിടെ ഉണ്ട്. ജീവിതങ്ങളെ നിന്ന മാറ്റുവാൻ മരിച്ചവരെ ഉയർപ്പിച്ച ശക്തിയ ആ ദൈവം ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ മേൽ കരം വെച്ചിട്ട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാ. മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ ഇവിടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കണം. എന്തെങ്കിലും ഒരു അസത്ത തോന്നിയാലുണ്ട്, ചത്തുപോമോ ഈ ചിന്ത കൊണ്ടുവരുന്ന ദൈവമക്കൾ ഓർത്തോ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവൻ, പുനരുത്ഥാനം ചെയ്തവൻ, ഹല്ലേലൂയ, എവിടെ നിന്നെ അധോഗതിയാക്കാൻ നോക്കുമോ അവിടെ നിന്നെ ഉയർത്തുന്ന ദൈവം ഇവിടെ ഇന്ന് വന്നിട്ടുണ്ടെന്നേ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ആ കർത്താവാണ് സഭയ്ക്ക് ദൂതെഴുതിയത്. ആമേൻ. അത് ആത്മാവാണ് ദൂത് പറയിക്കുന്നത്. ഫിലദൽഫിയ സഭ ഐക്യതയുള്ള സഭയാണെന്നും ഒക്കെ കഴിഞ്ഞ ദിവസം പറയാനിടയായി. സ്തോത്രം. ഐക്യതയുള്ളിടത്ത് ഒഴുക്കുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച സൂക്ഷിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വിത്ത് ഇവിടെ വീണിട്ടുണ്ട്, ഇഷ്ടം പോലെ വിത്ത്. ഈ ഫുൾ വീറ്റിൽ നിന്ന് എന്ത് വിത്ത് ഇവിടെ വാരി എതിരിട്ടുണ്ട്. പക്ഷേ കട്ടകളുടെ ഇടയിലാണ് കിടക്കുന്നത്. കട്ടകളുടെ ഇടയിൽ കിടന്നാൽ കൊയ്യാൻ പറ്റുമോ? ഒരൊഴുക്കിവിടെ വരണം. ഒരു നീരുറവയുടെ ഉണ്ട്. നമ്മുടെ കർത്താവ് ആ നീരുറയുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് അതൊരൊഴുക്കായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, അല്ലൊരു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മത്സരമാകുന്ന ദുഷ്ടചിന്തകളും ആഭിചാര ശക്തികളും കുടുംബത്തെയും ജീവിതങ്ങളെയും തകർക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒഴുക്ക് വന്നാൽ ഇവിടെ വാരിയേറിയ വിത്തുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ വചനമുണ്ടല്ലോ, അതിവിടെ കിളിർക്കാൻ തുടങ്ങും. യേശുവിൻ്റെ നാമത്തിൽ
ഇത് ഫലമുള്ളതായിരിക്കുന്ന ഒരു സഭയാണ് ദൈവമക്കൾ മനസ്സിലാക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, വിശ്വസ്തനായ ദൈവം, സത്യവാനായ ദൈവം, വിശുദ്ധ പ്രജയാകുന്ന കർത്താവ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഫിലദെൽഫിയ സഭയ്ക്ക് ദൂതെഴുതുന്നത് വിശുദ്ധനും വിശ്വസ്തനുമാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആ കർത്താവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, വിശുദ്ധനും സത്യവാനുമായി ദാവീദിന്റെ താക്കോലുള്ളവൻ. എവിടെ ഏത് വിധത്തിൽ നിന്നെ പൂട്ടിയോ ഇന്ന് തുറക്കുന്നവനോട് വന്നിട്ടുണ്ട്. മരണത്തിൻ്റെ താക്കോല് വരെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഉള്ളവർ മരിക്കാനല്ല, നിത്യജീവനോട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാ. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ തകർക്കാൻ നോക്കുന്ന, രോഗിയാക്കി തകർക്കാൻ നോക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു കര ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുമെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു താക്കോലുടൻ ഇവിടെ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നെ പൂട്ടിയാലും, ഏത് നിലയിൽ നിന്നെ പൂട്ടിയാലും, പ്രൈസ് ദി ലോർഡ്, കാരാഗ്രഹത്തിൽ പൂട്ടിയാലും, നിന്റെ ജീവിതം തന്നെ കാരാഗ്രഹമായാൽ, ഇരുട്ടായി മാറിയാൽ, ഇന്ന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, താഴെ തുറക്കാതെ അകത്ത് വരുന്നവനാ പുനരുത്ഥാനം ചെയ്ത കർത്താവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ദൈവമക്കളുടെ വാതിലുകളെ അടച്ച, പ്രൈസ് ദി ലോർഡ്, ശത്രുവിൻ്റെ പദ്ധതിയെ പൊളിച്ച് ദൈവത്തിൻ്റെതായിരിക്കുന്ന താക്കോൽ, ദാവീദ് ഗ്രഹത്തിൻ്റെ താക്കോൽ, ചില വീടുകളുടെ ഗ്രഹത്തിൻ്റെ താക്കോൽ കർത്താവിൻ്റെ കയ്യിലാണ്. നിന്റെ വീട് അടഞ്ഞു കിടന്നാൽ കർത്താവ് തുറക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇത് യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങളിൽ അതെഴുതി വെച്ചിട്ടൊന്ന് വായിച്ചാട്ടെ. യെശയ്യാ 22-22, 21, 22 വായിച്ചു. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ഒരൊറ്റ ഒരുത്തിന് അടയ്ക്കാൻ പറ്റില്ല. നീ അടയ്ക്കാൻ ഏത് പരിപാടി നോക്കിയാലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാന്നറിയാമോ? ഹല്ലേലൂയ. തുറക്കുന്ന താക്കോലുണ്ട് ഇവിടെ. ദൈവമക്കൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഈ ദൂത് ആരെങ്കിലും ഏറ്റെടുക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിലെ ദൈവം ഈ മാസം തന്നെ ഹല്ലേലൂയ അടച്ച വാതിൽ സ്വർഗം തുറക്ക്. നിന്റെ തലമുറയുടെ വാതിൽ അടച്ചോ, നിന്റെ കുടുംബത്തിന്റെ വാതിൽ അടച്ചോ, നിന്റെ ശുശ്രൂഷയുടെ വാതിൽ അടച്ചോ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ആരാധനയുടെ വാതിൽ അടച്ചോ, ഹല്ലേലൂയ. നിനക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വാതിൽ അടച്ചതിനെ തുറക്കുന്നവൻ ഇന്നിവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ മരിക്കാനായിട്ടല്ല, മരണത്തിന്റെ പാതാളത്തിന്റെയും താക്കോലുള്ളവൻ ഇവിടെ ഉണ്ട്. ആരെങ്കിലും ഞാൻ ചത്തുപോകും, ഞാൻ മരിച്ചുപോകും എന്ന് ചിന്തയുള്ളവർ ഇന്ന് ഏറ്റെടുക്കുമെങ്കിൽ ഒരു വിടുതല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ചിലർ പറയേ, പ്രൈസ് ദി ലോർഡ്, കുഞ്ഞുങ്ങളുടെ ഭാവി ആരും ആരോടും പറയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പറയേണ്ടവരോടെ പറയാവൂ, അല്ലാത്തവർക്ക് അസൂയ കയറിയാൽ അത് തന്നെ തടസ്സമാകും. ഹലോ ഹലോ, നമ്മളാരും അസൂയപ്പെടുന്നവരാകരുത്. അസൂയപ്പെടുന്നവൻ്റെ അസ്ഥി ദ്രവിക്കുമെന്ന. പ്രൈസ് ദി ലോർഡ്. തന്നെയുമല്ല, ബൈബിൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 5 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ ശക്തിയോടെ ആരാധിക്കുന്ന ദൈവമക്കൾ
അസൂയപ്പെടരുത്. നമ്മുടെ അകത്ത് ആത്മാവ് വസിക്കാത്ത എന്താണെന്നറിയാമോ? അസൂയ. ഇത് ദൈവകൃപയുണ്ടോ? നിനക്ക് നേരെ അസൂയ വരും. ഒരു അങ്കി കിട്ടിയപ്പം അസൂയ വന്നില്ലേ? വീട്ടുകാർക്ക് വന്നില്ലേ? ഒരു ദർശനം ഉണ്ടെങ്കിൽ തന്നെ അങ്കി കിട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവനെ പിടിച്ച് പൊട്ടക്കുഴിയിലിട്ടു. അതിലൊരുത്തനുണ്ടായിരുന്നു ഇവനെ കൊല്ലണ്ടെന്ന്. പ്രൈസലോ, മറ്റവന്മാർക്കെല്ലാം കൊല്ലണമെന്ന്. അസൂയ വരുമ്പോൾ ഓർത്തോണം, നിന്നെ അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നെ രോഗിയാക്കി തകർക്കണം. നീ ദൈവത്തിൻ്റെ നന്മ കാണരുതെന്ന് പറഞ്ഞ് അസൂയപ്പെടുന്നതായ അവസ്ഥയുണ്ട്. അസൂയയുടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഉടമസ്ഥൻ ആരാന്നറിയാമോ? പിശാച്. ദൈവത്തിൻ്റെ മക്കളാകുന്ന ആദമും ഹവ്വയും തേജസ്സോടെ നടക്കുക. വെയിലാറുമ്പോൾ കൂട്ടായ്മയ്ക്ക് ആര് വരും? ദൈവം വരും. ഇത് കാണുമ്പോൾ തന്നെ വേലി പിടിച്ചൊരാൾ നടപ്പുണ്ട്. പണ്ടത്തെ ആ ലൂസിഫർ. അവൻ എന്തില്ല? ശരീരമില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. അവൻ അസ്ഥി മാംസം എന്തില്ല? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അവനൊരു ശക്തിയായിട്ട് നടക്കുക. അത് ആ സഭയ്ക്കകത്ത്, അല്ലെങ്കിൽ ആ ഒന്നാമത്തെ സഭയാണെന്നുള്ള രണ്ട് വിശ്വാസികൾ, ഒരു കുടുംബം. പാത്രം എന്ന് പറഞ്ഞ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നോക്കിയപ്പോൾ അകത്തുനിന്ന് കയറാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. ദൂത് വെളിപ്പാടുകളായിട്ട് പോകുന്നു. ഇത് ദിവസങ്ങളെടുത്ത് പ്രസംഗിക്കേണ്ട വിഷയമാണ്. ഇതിനകത്തൂടെ അനേക ആലോചനകൾ വെളിപ്പെടും, വിവേചനങ്ങൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് ഇവിടെ ദൈവമക്കൾ കേൾക്കണം. ഒറ്റ കുഞ്ഞുങ്ങൾ അസൂയപ്പെടരുത്. ആ അസൂയ പിടിച്ചവൻ എന്ത് ചെയ്യുക? അതിന് ചുറ്റും നടക്കുക. ദൈവമക്കൾ ഓർത്തോണം, നല്ലൊരു വീട് വെച്ചാൽ, നല്ലൊരു വാഹനം വാങ്ങിച്ചാൽ, നിന്റെ കുഞ്ഞ് നന്നായി നടക്കുമ്പോൾ ഈ പ്രൈസ് അതിര് പിടിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. പ്രൈസ് അതകത്ത് കയറാൻ ഇടം കൊടുക്കരുത്. അതകത്ത് കിടക്കാൻ എന്ത് ചെയ്യരുത്? പ്രൈസ് ദി ലോർഡ്. സഭയാം തോട്ടത്തിനകത്തുള്ളവരാരും ഇടം കൊടുക്കരുത്. ഞാൻ എൻ്റെ ദൂത് ഇവിടെ തീരത്തില്ല, ഇതെന്തെങ്കിലും ഇങ്ങനെ തീർത്തെടുത്തോളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓർത്താണ്, സഭയെ കൂടെ വിവേചിച്ചുകൊണ്ട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ അവൻ പാമ്പിനകത്താ കയറിയത്. പ്രൈസ് ദി ലോർഡ്. പാമ്പിനെ ഒന്നും കൗശലമുള്ളവനായിട്ടല്ല ദൈവം നിർമ്മിച്ചത്. പക്ഷേ ഈ വെളിക്കൂടെ നടക്കുന്ന അസൂയക്കാരനായ പിശാചുണ്ടല്ലോ, അതിങ്ങനെ ചേർന്ന് വന്ന് വീട്ടിനകത്ത്, സഭയ്ക്കകത്ത്, വീട്ടിനകത്തെ വിശേഷം അറിയാനായിട്ട് അടുത്ത് വരും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വിശേഷം പറയാൻ എല്ലാവരും പോകണ്ട. അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ ഇണയില്ല, പിണ കൂടരുത്. വെളിയിലുള്ളതായിരിക്കുന്ന വാക്ക് ഇതിനകത്ത് കൊണ്ടുവരരുത്. ഇതിനകത്ത് വാക്ക് അങ്ങോട്ടും പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ യൂദായുടെ പണിയുണ്ടെങ്കിൽ അഭിഷേകയുടെ അരങ്ങത്തില്ല. യൂദ ഇല്ലാത്ത കൂട്ടായ്മയിലാണ് വാക്തത്വമെന്ന കോടിയ കാറ്റ് ഇറങ്ങി വന്നതെങ്കിൽ ഹല്ലേലൂയ, സഭയോട് ദൈവികമായ വിവേചനത്താൽ ആലോചന പറയുക. സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ തേജസ്സാകുന്ന ദൈവമക്കൾ ആരാധിക്കുന്ന സ്ഥലമാ. ഇനിയെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഭ എന്താണെന്ന് പഠിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു, വിശ്വസിക്കുക. ഇത് തീർക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതിലിങ്ങനെ കയറി വന്നതുകൊണ്ടാണ് പറഞ്ഞ്, താക്കോല് വന്നവർ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞാണ് വരുന്നത്. അസൂയപ്പെടുന്നവർ ഓർത്തോണം, ഇവനകത്ത് കയറി, പാമ്പിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഈ പാമ്പിനെ മഹാസർപ്പം, പണ്ടത്തെ പാമ്പാ. ഈ പാമ്പ് ഇന്ന് സഭകളിലും ഉണ്ടെന്നേ. അതാണ് സ്നാപകയോഹന്നാൻ വിളിച്ചത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്ത സർപ്പസന്തതികളെ വലിയ പാമ്പാ പണ്ടത്തത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ കുട്ടിപ്പാമ്പുകൾ എവിടെ കയറരുത്. സ്തോത്രം. ദേവദാസൻ നല്ല ആലോചന പറഞ്ഞു. ഇത് വിവേചിച്ചുകൊണ്ടും പറയാം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതുമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല.
മനസ്സിലാകത്തില്ലെന്നേ. ഇതുമായിട്ടൊരു ഇടപാട് വേണം. ഈ വചനം അകത്ത് വന്നേലല്ലേ 10 പേരോട് പറയാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് വചനമല്ലല്ലോ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർക്കുക, ഒരു വിവേചനാത്മാവിലാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ധൈര്യത്തോടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കുട്ടിപ്പാമ്പുകൾ എന്ത് ചെയ്യരുത്? സഭയ്ക്കകത്ത് കയറരുത്. അതിനെ ചവിട്ടാൻ ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. ആ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെന്നേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഒരധികാരം. അത് തന്നെയുമല്ല, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ വന്ന് സാത്താനെ നിന്റെ കാലിൻ്റെ ചവിട്ടിൽ ചതയ്ക്കാൻ ഒരധികാരം ഏതാണെന്നറിയാമോ? പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന ശക്തി. ആ ശക്തി വന്നാൽ, സഭയ്ക്കകത്ത് വന്നാൽ, ചിലതിനെ ചവിട്ടും ദൈവം. ഒരധികാരമുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് ഇന്നും തീരത്തില്ല. ഇത് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, തേജസ്സോടെ നടക്കുന്നത് കാണുന്നതിന് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഓർക്കണം, ദൈവം തന്ന തോട്ടം, ദൈവത്തിൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതെല്ലാം ആ തോട്ടത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പാത്രം എന്ന് പറയുന്ന ആരാന്നറിയാമോ? അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ. പ്രൈസ് ദി ലോർഡ്. ഇത് കാണുന്നത് ഇഷ്ടമല്ല പിശാചിന്. ദൈവകൃപയിൽ നിറഞ്ഞാരാധിക്കുന്ന സഭയെയും ദൈവകൃപയിൽ നിറഞ്ഞ് പ്രൈസ് നിൽക്കുന്ന കുടുംബങ്ങളെയും തകർക്കാൻ പോരാടുന്നവനുണ്ട്. ദൈവമക്കൾ ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൊന്നതും അസൂയാണെങ്കിൽ ഓർത്തുകൊള്ളണം, നീ ഞങ്ങളുടെ രാജാവാകുമോ? ദൈവം രാജാവാക്കിയാൽ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ പിശാചിന് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ രാജാതിരാജാവ് ഉണ്ടെങ്കിൽ ദുഷ്ട പിശാചേ, ഹല്ലേലൂയ, നീ ഏതൊക്കെ പണി ചെയ്തെന്ന് പറഞ്ഞാലും ഈ ആഭിചാരവും ലക്ഷണവിദ്യയൊന്നും യാക്കോബും ഇസ്രായേലും ഭരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവസേന മുഴങ്കാലും അടക്കുമ്പോൾ തന്നെ പാടി 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 കടിവെറുക്കുന്ന അഭിഷേകമല്ല. മുട്ടുമടക്കുമ്പോൾ നിന്റെ നാവിൽ പ്രൈസ് അഭിഷേകത്തിൻ്റെ ശക്തി, അന്യഭാഷയുടെ ശക്തി വരുമ്പോൾ ഇതിനകത്തുള്ള കുടുംബങ്ങളുടെ ഹല്ലേലൂയ സഭയുടെ തകർക്കാൻ നോക്കുന്ന ചില തന്ത്രങ്ങളെ ദൈവം തകർക്കും. ശക്തി വന്നെങ്കിലല്ലേ പിശാചിൻ്റെ തന്ത്രവും മന്ത്രവും പോകത്തുള്ളൂ. ശക്തി ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കാണത്തില്ല. പക്ഷേ ഞങ്ങൾ മുട്ടുമടക്കുമ്പോൾ ചിലതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കാൻ നോക്കുന്ന ഇസബേലിയ ശക്തി നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. ഹല്ലേലൂയ. ഏരിയാവ് പ്രാർത്ഥിക്കുന്ന ഏരിയാവാണെങ്കിൽ ഒരു അധികാരം ദൈവം കൊടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ അന്തരീക്ഷത്തെ അടക്കാനുള്ള അധികാരം, ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ പണിയാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് മാത്രമേ പ്രമാണം കൊണ്ട് കല്ലുകൾ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ മുന്തിരിത്തോട്ടത്തെ എന്ത് ചെയ്യണം? ചീരത്തോട്ടം, സീസൺ കൃഷി. ഇന്ന് നന്നായിട്ട് ആരാധിച്ചാൽ അടുത്ത ദിവസം ആരാധിക്കാൻ വയ്യ. ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ അടുത്ത ദിവസം ഇന്ന് ആത്മനിയോഗത്തോടെ ദൈവത്തെ ആരാധിക്കാൻ വരണമെങ്കിൽ ആത്മനിയോഗത്തോടെ വരും. അടുത്ത ആഴ്ച പറയും, ഞാൻ വരുന്നില്ല കേട്ടോ, പിന്നെ മടിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓർത്തോണം, ഇത് ചീരത്തോട്ടമാക്കാനാണ് നോക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ ദൂത് നിങ്ങൾ ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഹാബിൻ്റെ കൊട്ടാരം ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇത് പോരാടും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിരന്തരമായി ഹൃദയം ദൈവസേനയിൽ പകരുന്നവരുണ്ടോ?
അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അന്യഭാഷയിൽ ആരാധിച്ച് ഹല്ലേലൂയ ശത്രുവിനോട് പോരാടി നിൽക്കാൻ നീ ഒരു പടയാളിയായി മാറും. സ്തോത്ര. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹല്ലേലൂയ ഒരു വാക്കെടുത്തപ്പോൾ അതിൽ കൂടെ കയറി പോയ വാക്കായത്. ഒരു താക്കോലുള്ളവരിവിടെ വന്നിട്ടുണ്ട്. തകർക്കാൻ നോക്കുന്ന, രോഗിയാക്കാൻ നോക്കുന്ന, അപമാനം വരുത്താൻ നോക്കുന്ന, ഹല്ലേലൂയ തേജസ്സില്ലാതെ ഹല്ലേലൂയ ഇവിടുന്ന് തല കുനിപ്പിച്ചറക്കാൻ നോക്കുന്ന, ഹല്ലേലൂയ അപവാദം വരുത്താൻ നോക്കുന്ന അന്ധകാര പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാരെ തകരുകയാ. ഇത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ചില പാമ്പ് ഇറങ്ങിപ്പോയി ഇവിടുന്ന്. ഇല്ല, മനസ്സിലായോ? അന്ധകാരത്തിനകത്ത് കയറുന്ന പാമ്പ്, അന്ധകാരം തന്നെ ഒരുത്തനെ കാണില്ലെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പുറപ്പാട് 10:22. ഒരാൾ പറയുന്ന ഒരാൾക്ക് പിടിക്കത്തില്ല. ഐക്യത നഷ്ടപ്പെടുന്ന ഇരുട്ടിനകത്തൂടെ വരുന്ന ആരാന്നറിയാമോ? സിംഹം, കാട്ടുമൃഗം. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് പ്രകാശിക്കുകയാണെങ്കിൽ ഈ കാട്ടുമൃഗം ഏത് ഗുഹയിൽ നിന്ന് വന്നോ ആ ഗുഹയ്ക്കകത്തേക്ക് തിരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള ദൈവവചനം ഒന്ന് പ്രകാശിക്കാമോ? അല്ലെങ്കിൽ ചില ഇഴജന്തുക്കൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഏത് സ്ഥലത്തു നിന്ന് ഇറങ്ങി വന്നോ അവിടേക്ക് തന്നെ പോകും. ഈ ഇഴജന്തു ഇരുന്നാൽ എന്ത് ചെയ്യുക? വചനം ഇഷ്ടമല്ലവന്, വചനത്തെ മാറ്റുന്നവനവൻ, വചനത്തിനെതിരായി സംസാരിക്കുന്നവനവൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറയാം, ഇത് സ്കാൻ വെച്ച് നോക്കുക. പ്രൈസ് ദി ലോർഡ്. പണ്ട് ഡോക്ടർമാർ എന്ത് ചെയ്യും? സ്റ്റഡ വെച്ച് ഹാർട്ട് നോക്കും, പിന്നെ കണ്ണിനകത്ത് ലൈറ്റ് അടിക്കും, നാക്ക് തുറന്ന് ലൈറ്റ് അടിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെന്ത് ചെയ്യും? അവിടെ വേദനയുണ്ടോ ഇവിടെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് സൂപ്പിക്കാത്ത ഇച്ചിരി മരുന്നും 2 ഗുളികയും കിട്ടും. അതാ പണ്ടത്തെ പരിപാടി. ഇന്ന് ഒരു സ്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൂടെ വെളിപ്പെടുമ്പോൾ നിന്നെ രോഗിയാക്കുന്ന, ആത്മമണ്ഡലത്തിൽ വളരെ ഉയരാൻ കഴിയാതെ നിന്നെ തകർക്കാൻ നോക്കുന്ന പൈശാചിക ശക്തി നിന്റെ ശരീരത്തിൽ വരെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ഈ വചനം കാണും. യേശുവിൻ്റെ നാമത്തിൽ കയറാനുള്ള ഇടം കൊടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. രൂപേൻ അവിടെ, ശിമയോൻ ഇവിടെ, ഇങ്ങനെ ചതറിക്കിടക്കുന്ന കല്ലെല്ലാം കൂടെ ഒന്നിച്ചാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ചില ബാലിനെ വെട്ടുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് മാത്രമേ ബാലിനെ വെട്ടാൻ പറ്റുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ഇന്ന് ഞാനിതിവിടെ നിർത്തുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മാവിൽ നിറഞ്ഞ് നിന്ന് ആരാധിച്ചാൽ ഇത് പറയുമ്പോൾ ജനം കത്തും. പ്രൈസ് ദി ലോർഡ്. അവിടെ വിടുതലുണ്ടായിട്ടുണ്ട്. എൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഏകാഗ്രത മാറ്റി പിശാച് വഷളത്വത്തിലേക്ക് പ്രമാണം വിട്ട് പോകാൻ തക്കണം. പിശാച് നോക്കുമ്പോൾ ഇന്ന് പകൽ അറിഞ്ഞോണം ഒരു വിടുതലുണ്ട്. ഇതിന്നിവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കുന്നവർക്ക് വിടുതലായി. ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പുറമറ്റ സഭ, എൻ്റെ സഭയ്ക്ക് വേണ്ടി രഹസ്യമായി മുറി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇന്നലെയും പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കടമയാ പ്രൈസ് പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അഭിഷേകത്തിൻ്റെ ശക്തി ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ വ്യാപരിക്കണ്ടേ. ആത്മാവ് അകത്തില്ലെങ്കിൽ നീ ആത്മീയനല്ല. അഭിഷേകം അകത്തില്ലാത്തവൻ ആത്മീയനല്ല, അവൻ ജഡികനാ. ജഡികൻ 4 ദിവസം ഇരുന്നാൽ മതി, അവൻ പ്രൈസ് നാറ്റിച്ചിട്ടേ പോകും. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രാർത്ഥിച്ചോളാണ്. ഞാൻ നിർത്തുക, ഇത് ഇങ്ങനെ അങ്ങ് നിർത്തുക. പ്രൈസ് ദി ലോർഡ്. വിവേചനാത്മാവിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഞാൻ ഇന്നിവിടെ നിന്ന് വന്നിങ്ങനെ ആരാധിക്കുമ്പോൾ ഈ കർത്താവ് ഇവിടെ നിൽക്കുന്ന കാണുക. ഞാൻ കണ്ടോണ്ടാണ് ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആരാധിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് വചനത്തിൽ കൂടെ തെളിഞ്ഞതിനാണെന്നറിയാമോ? സഭയുടെ നടുവിലാണ് കർത്താവ് നിൽക്കുന്നത്. യേശു നടുക്ക് നിന്നാൽ 1-ാം സ്ഥാനം യേശുവിന്. യേശുവിൻ്റെ ശക്തിക്ക്, യേശുവിൻ്റെ ശബ്ദത്തിന് 1-ാം സ്ഥാനം കൊടുക്കും.
അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ ചിലത് പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ വചന വെളിപ്പാടി പറയുക, ഇത് എങ്ങനെ പിഴ നോക്കിയാലും നടക്കത്തില്ല. ദൈവമായത് നട്ടതെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ചില ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോകും, ചിലതൊക്കെ എന്തു ചെയ്യും, ഉണങ്ങിപ്പോകും. പക്ഷേ താഴ്ത്തടി നിപ്പുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ വീണ്ടും പൊട്ടിക്കിളിർക്കും. ഇത് പുതിയ ആത്മാക്കളെ, പുതിയ കുടുംബങ്ങളെ ദൈവം കൊണ്ടുവരും.